രാഹുൽ, അവിടെ ജനപ്രതിനിധികൾ വരുന്ന ആളുകളെ പോലും അവർ തടയുക ചെയ്യുകയാണ്. സ്വാഭാവികമാണ്. അവരെ സംബന്ധിച്ചുള്ള അവരുടെ ജീവന്റെ പ്രശ്നമാണ്, ജീവൽ പ്രശ്നമാണ്. എത്ര നാളായി അവർ ആവലാതികൾ അധികാരികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടും ശാശ്വത പരിഹാരമായില്ല. ഒടുവിൽ ഒരു സംഘർഷത്തിലേക്ക് എത്താൻ സാഹചര്യം ഈ രണ്ടുപേരുടെ മരണമാണ്. ആനയുടെ കൊലവിളിയായിരുന്നു. അപ്പോൾ ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ കളക്ടർമാരോ മറ്റാരെങ്കിലും അവിടേക്ക് എത്തിയാൽ പോലും ഒരു അന്വേഷണം ഉണ്ടാകില്ല എന്ന അന്തരീക്ഷമാണോ, അതല്ല മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ അവർ അടിയന്തരമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? അതായത് ഇനിയൊരാൾക്ക് പോലും ജീവൻ നഷ്ടമാകരുത് എന്നുള്ളതാണ്. രണ്ടുപേർക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതിന് അടിയന്തര പരിഹാരം വേണം. പുനരധിവസിക്കപ്പെട്ട ജനങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥലത്തെത്തിയാണ് ആളുകളെ കൊല്ലുന്നത്. ഇനിയൊരാൾക്കും ജീവൻ നഷ്ടമാകരുത് എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രി ചർച്ച നടത്തി. ഇന്ന് കലക്ടറുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തുള്ള ചർച്ച നടന്നു. മന്ത്രിതലത്തിൽ ചർച്ച നടന്നു. മന്ത്രിമാർ ഉദ്യോഗസ്ഥരോടെല്ലാം സംസാരിക്കേണ്ടത്, മറിച്ച് ജനങ്ങളോട് സംസാരിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കണം എന്ന നിലപാടാണ്. ഏതായാലും ആംബുലൻസുകൾ റോഡിൽ തന്നെ തടഞ്ഞിട്ടുകൊണ്ട് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോ സംസ്കരിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? അടക്കം ചെയ്യണമെങ്കിൽ വനവകുപ്പ് മന്ത്രി ഇവിടെ വരണം. ഞങ്ങൾ മുന്നിൽ വെച്ച് അഗ്രിമെന്റ് എഴുതി തരണം. ഞങ്ങൾക്ക് സുരക്ഷിതം വേണം. ഞങ്ങളെ ജീവന സ്വത്തിന് സുരക്ഷിത സർക്കാർ സുരക്ഷിതം തരണം. വനവകുപ്പും ടിആർടിയും ഇവർ ഒത്തുചേർന്നിട്ടാണ് ഈ കളി മൊത്തം കളിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആദിവാസികളെ ഫണ്ട് ദുരുപയോഗം ചെയ്യാതെ അത് ഞങ്ങൾക്ക് വിനിയോഗിച്ചുകൊണ്ട് ഇവിടെ ആനമതിൽ പൂർത്തിയാക്കിക്കൊണ്ട് ഞങ്ങൾക്കൊരു സുരക്ഷിത ഇവിടെ വേണം. യാള ഫാമിന് ഞങ്ങളുടെ തലമുറകൾ ഇവിടെ ജീവിക്കാനുള്ളതാണ്. ഞങ്ങൾക്കതാ പറയാനുള്ളത്. അല്ലാതെ മന്ത്രി വരാതെ ഈ ബോഡി ഇവിടെ നടക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾ നെഞ്ചത്തോടെ കയറ്റി വണ്ടി എടുക്കേണ്ടി വരും. സ്ഥലത്തേക്ക് വരാതെ ഒരു വിട്ടുവീഴ്ചയില്ല. മന്ത്രി വന്നിരിക്കണം. മന്ത്രി വന്നാലേ ഇവിടുന്ന് ബോഡി എടുക്കത്തുള്ളൂ. മന്ത്രി വന്നിട്ട് ഞങ്ങളെ മുന്നിൽ വെച്ചിട്ട് മീറ്റിംഗ് വേണ്ടപ്പെട്ടവരെല്ലാവരും വന്നിട്ട് ഞങ്ങളെ മുന്നിൽ വെച്ച് ഒരു എഗ്രിമെന്റ് വെച്ച് തരണം. അവരെഴുതി ഒപ്പിടുത്തരട്ടെ. എന്നിട്ട് മതി ബോഡി എടുക്കല്. അല്ലാതെ ഇത് പിന്നെ തുടർന്നു കൊണ്ടേയിരിക്കും. പാവങ്ങളുടെ ജീവന് എല്ലാം കൂടി അപകടത്തിലാവും. വോട്ടിന് മാത്രം വന്നാൽ പോരാ. ജനപ്രതിനിധിയാണെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയണം. ജനങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കണം. അതാണ് ജനാധിപത്യം. ഏതാണ് വനമന്ത്രി സ്ഥലത്തേക്ക് വരണം എങ്കിൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ്. ശരി രാഹുൽ, തുടരാം. വലിയ പ്രതിഷേധമാണ് അവിടുത്തെ ജനങ്ങൾ, പാവപ്പെട്ട ആളുകൾ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഉയർത്തുന്ന അത് മുദ്രാവാക്യം വിളിയല്ല, അതിജീവനത്തിന്റെ പ്രശ്നമാണ്, സഹികെട്ട ജനതയുടെ പ്രശ്നമാണ്. തൊട്ടാൽ പൊള്ളിപ്പോവാൻ ആദിവാസി മന്ത്രിയല്ലേ? എന്തുകൊണ്ട് മന്ത്രി പ്രശ്നം പരിഹരിച്ചൂടാ?